അടുത്തുവരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. അത് ശരിയിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട് മാറാൻ പോവുകയാണെന്ന് കേട്ടല്ലോ. അതെ. വീട് വേറെ ഏതെങ്കിലും കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തുതരാം. പിന്നെ എനിക്ക് മായയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവര ഇല്ലാതെ തന്നെ ഞാൻ പറയാം. ഞാൻ മായയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മായ ചിരിച്ചു കളഞ്ഞത്? മായയുടെ ഹിസ്റ്ററി എല്ലാം എനിക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ മായ എന്റെ മഹാമനസ്സെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. എന്റെ മായയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. മായ ഇത്രയും കാലം ഈ കുഞ്ഞുമായി അനാഥയായി ജീവിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നില്ല. ഇതിനാരാണ് ഉത്തരവാദി എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതെല്ലാം ഒരു ദുഃഖ സ്വപ്നം പോലെ നമുക്ക് മറക്കാം. എന്റെ മായ. മിസ്റ്റർ ഗോപൻ, ഞാൻ ഇത്രയും നേരം സഹിച്ചത് നിങ്ങൾ വിലാസിനിയമ്മയുടെ മകനാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. നൗ യു പ്ലീസ് ലീവ് ദിസ് പ്ലേസ്. മിസ്റ്റർ ഗോപൻ, ഇതെന്താ പതിവില്ലാതെ ഈ ഭാഗത്തൊക്കെ? എനിക്കെന്താ, ഇവിടെ വന്നുകൂടെ? വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന കാര്യം പറ. എനിക്കൊരല്പം ജോലി തിരക്കുണ്ട്. നിന്റെ കലാപരിപാടികൾക്ക് ഇവിടെ ചില സ്ഥിര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ അടുത്ത് ഇത് വേണം. മാനം മര്യാദക്ക് ജീവിക്കുന്നവർക്ക് കല്യാണം കഴിക്കാതെ കൊച്ചുണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ വരുന്നത് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ കയറി വീട്ടിനകത്തിരുന്നു കാണണ്ട. ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ആരാ അത് പറയാൻ? ഏതായാലും നീ കണ്ടം ചെയ്തിട്ടിരിക്കുമല്ലേ. ഞാനൊന്ന് ഓവർറോൾ ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ. അതായത് ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാമെന്ന്. പാമ്പായാലും പഴവിലാസനം നല്ലത്. വിലാസിനിയമ്മയുടെ മകൻ ഗോപൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഒരു കുട്ടിയുള്ള സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നത്? വിലാസിനിയമ്മ വിഷമിക്കണ്ട. ഗോപൻ പറഞ്ഞത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. താങ്ക് യു. എടാ, നീ എന്നെ മര്യാദയ്ക്ക് ജോലിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അവരെന്റെ ഓഫീസറാണ്. നീ എന്തിനാ അവരെ വീട്ടിൽ പോയത്? പിന്നെ നിങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് വേണമായിരിക്കും എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും വരാനും ഒക്കെ. ഒരു മാനേഴ്സും ഇല്ലാത്തൊരു തള്ള. നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോടാ. നീ കാരണം ഞാൻ കുടിക്കുന്ന കണ്ണീരിന് കണക്കില്ല. ചുമ്മാ മോങ്ങാതള്ളേ. അവൾ ആരാ അത്ര വലിയ ശീലാവധി ചമയാൻ? തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചൊരു പെണ്ണിന്റെ അഹങ്കാരമേ. ജയദേവനുമായി കുറച്ചുനാൾ വിലസുകാരി ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, ഒരു പെണ്ണ് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോ അവളുടെ ഒരു ഭാവം. അവക്കിഷ്ടമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ നാട്ടിലെങ്ങും വേറെ പെമ്പിള്ളേരില്ലാത്ത പോലെ. പിന്നെ നിങ്ങളുടെ ഓഫീസാറിനോട് പറഞ്ഞേരെ ഗോവൻ ആളൊരൽപ്പം പെസയാണെന്ന്.
എന്താടി അമ്മയോട് പറഞ്ഞ് എന്നെ വിറപ്പിച്ച് കളയാമെന്ന് കരുതിയല്ലേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല. എന്താ ഫോൺ വെച്ച് കളഞ്ഞത്? ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. നിന്റെ ഇനിയുള്ള ഇവിടുത്തെ ജീവിതം നരകമായിരിക്കും. നിന്നെ എങ്ങനെയെല്ലാം അവമാനിക്കാമോ അതെല്ലാം എന്റെ പൊന്നു മോളെ ഞാൻ ചെയ്യും. ഗോവിന്റെ തനി സ്വഭാവം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. വിലാസിനിയമ്മേ, എന്താ മായി? ഒന്നുമില്ല. സൂക്ഷിച്ചു കൊണ്ടുപോകണത് മുഴുവൻ റെക്കാർഡാ കേട്ടോ. കളയരുത്, തുറന്നു നോക്കുകയും ചെയ്യരുത്. പറ ആ കസര എടുത്ത് എടുത്തോണ്ട് പോ. എടുത്ത് സാറ് വരണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തോളാമായിരുന്നില്ല. അത് സാരമില്ല. സൂക്ഷിച്ചു കൊണ്ടുപോകണം. അറിയാതെ പറ്റി എന്നാ അമ്മച്ചി. അമ്മച്ചിയോ? മര്യാദക്ക് പൊക്കിത്തറ. പൊക്കിത്തറ. ഞാൻ തന്നെ പോകണം. ഇപ്പം തന്നെ അങ്ങോട്ട് പോകാൻ ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് പൊക്കിച്ചെങ്കിൽ പൊക്ക് പിടി അത് പൊക്കാനും അറിയാൻ വയ്യ. ഇതുകൊണ്ട് വിളിച്ചവിടെ പോയി കിടന്നോ കേട്ടോ. ഇങ്ങോട്ട് വന്നേക്കരുത്. ചിന്നു, ചിന്നു, എന്തു പറ്റി മോളെ? ഒന്നുമില്ല. ഉണ്ണില്ലാതെ ഒരു രസമില്ല. അതിനെന്താ, നാളെ സ്കൂളിൽ ചെന്നാ കാണാലോ. എന്നാലും ഞാൻ ഉണ്ണിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ. വേണ്ട മോളെ, ഇനി ഒരു ദിവസം പോവാം. വാ, കാപ്പി കുടിക്കാം. വരും മോളെ. മഞ്ഞക്കിളി മറയല്ലേ കുഞ്ഞിക്കഥ പറയൂല്ലേ. പാട് മോളെ, നാളെ സ്കൂളിൽ പാടണ്ടല്ലേ? എനിക്കറിയാം മമ്മി. മമ്മി വാ. എന്താ മോളെ? വാ മമ്മി, ഇരിക്കി. മമ്മി ചിന്നുകുട്ടി വിളിക്കും. മമ്മി എന്തിനാ മോളെ ഇപ്പൊ വിളിക്കുന്നേ? വിളിക്കും മമ്മി. ശരി ശരി. ചേട്ടാ, മോളെപ്പോലും മറന്നുപോയല്ലേ? ചേട്ടാ, നാളെ എന്റെ വിവാഹ നിശ്ചയല്ലേ? എന്റെ വിവാഹം കഴിയുന്നത് വരെ ചിന്നുമോൾക്ക് ഞാനുണ്ടാവും. അമ്മയില്ലാതെ വളർന്നൊരു പിഞ്ചു കുഞ്ഞാണവൾ. ഒരമ്മയോടെ സ്നേഹം അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ ദുഃഖം അറിയിക്കാതെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ പോയാലും അവളെ സ്നേഹവാത്സല്യങ്ങളോടെ വളർത്താൻ ചുമതലപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ വേണം. ബിസിനസ്സും ടൂറും ഒക്കെ നടക്കുന്ന ചേട്ടന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതിന് സമയം കണ്ടെത്താൻ ഒരുപക്ഷെ ചേട്ടന് കഴിഞ്ഞെന്ന് വരില്ല. ചിന്നുമുള്ള ഭാവി ഓർത്ത് ചേട്ടനൊരു വിവാഹം കഴിക്കണം. അനിയത്തിക്ക് വേണ്ടി ഒരു ചേട്ടന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചേട്ടൻ എനിക്ക് ചെയ്തു തന്നു. ഇന്ന് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിനെയും ചേട്ടൻ എനിക്ക് സമ്പാദിച്ചു തന്നു. പക്ഷേ ഒരു സഹോദരി എന്ന നിലയിൽ എന്റെ ചേട്ടനൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്ന കണ്ടുകൊണ്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാ ചേട്ടന് മറ്റൊന്നും തോന്നരുത്. ചിന്നുമോളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം മായയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടന് മായയെ സ്വീകരിച്ചൂടെ? എനിക്കെല്ലാം അറിയാം ചേട്ടാ. അന്ന് സഹോദരിമാർക്ക് വേണ്ടി ചേട്ടന് ജീവന് തുല്യം സ്നേഹിച്ച മായയെ
ചേട്ടനെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് ആ മായ സ്വീകരിക്കാനാണ് ഈ അനിയത്തി പറയുന്നത്. ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ മായയുടെ കുഞ്ഞ് അച്ഛനില്ലാതെ വളരാൻ ഇടവരരുത്. എന്താ രണ്ടുപേരും കൂടി? ഇരിക്കൂ. ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്, വൈകുന്നേരം വീട്ടിൽ വെച്ച്. കൺഗ്രാറ്റുലേഷൻസ്. മായ ഉണ്ണിമോളെയും കൂട്ടി വരണം. നിങ്ങൾ ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്. മായേ, തീർച്ചയായും വരണം. എന്റെ ചേട്ടന്റെയും കൂടി ആഗ്രഹമാണിത്. എങ്ങനെയായാലും ശരി, വിലാസിനെ നേരത്തെ എത്തണം. മായ കൂടി ഇല്ലാത്താണ്. നോക്കട്ടെ, കഴിയുന്ന നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കാം. മായ വന്നിട്ടില്ലേ? ഇല്ല, ലീവിലാണ്. ഓക്കെ, സീ യു. മായേ, 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മുറിപ്പാടിന്റെ വേദന ഇന്നും മാറിയിട്ടില്ലെന്നറിയാം. അന്ന് എന്നെ ആ സാഹചര്യത്തിലേക്ക് എത്തിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മായക്കറിയണ്ടേ? മായക്കത് കേൾക്കുവാനുള്ള സന്മനസ്സുണ്ടായിരുന്നെങ്കിൽ സ്നേഹിച്ച പെൺകുട്ടിയെ... പ്ലീസ്, ഞാനിതെല്ലാം മറന്നു കഴിഞ്ഞു. ദയവായി വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കരുത്. ആർക്കും ഒരു ശല്യമാവാതെ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോളാം. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതുകൊണ്ട് മായയുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുമെന്ന് മായയ്ക്ക് തോന്നുന്നുണ്ടോ? മായ പോകരുതെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം. എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് പോണമെന്നില്ല. ഞാൻ എനിക്ക് വേണ്ടിയല്ല പോകുന്നത്. സ്വന്തം കുഞ്ഞിന്റെ മോച്ചായുള്ള മറ്റൊരു കുഞ്ഞുമായി ഞാൻ ഇവിടെ താമസിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ മാന്യതയായിരിക്കും. എന്റെ മാന്യതയെക്കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. ദുഃഖിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. മായ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് വേണം പോകാൻ. ഒരുപക്ഷെ പിന്നീട് അതെനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ എന്റെ മനസ്സിന്റെ വെങ്കലിന് അല്പം ആശ്വാസം ലഭിക്കും. ഏറ്റവും നല്ല മനസ്സുമായി തന്നെയാണ് ഞാൻ മായയെ സ്നേഹിച്ചത്. അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോ കരുണാകരൻ നായിരുന്ന പണക്കാരന്റെ മകളുമായിട്ടുള്ള എന്റെ വിവാഹം അച്ഛൻ തീരുമാനിച്ചിരുന്നു. എല്ലാ വിവരവും കാണിച്ച് ഞാൻ മായയ്ക്ക് കത്തെഴുതി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. എങ്കിലും മായയുടെ കത്തോ വിവരവും എനിക്ക് കിട്ടിയില്ല. മായയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതായപ്പോ ഞാൻ മായ അന്വേഷിച്ച് ആശ്രമത്തിൽ ചെന്നു. പല പ്രാവശ്യം. എവിടെയാണെന്നുള്ളതിന് ഒരു വിവരവും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും എനിക്കുണ്ടായില്ല. എന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന
എന്റെ അച്ഛന്റെയും സഹോദരിമാരുടെയും കണ്ണുനീരിന്റെ മുമ്പിൽ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണു. അങ്ങനെ രജനിയുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്നു. മാനസിക രോഗിയായ രജനി വിവാഹം ചെയ്തുകൊണ്ട് എന്റെ മൂത്ത സഹോദരിമാർ രക്ഷപ്പെട്ടു. അവർക്ക് ഭർത്താക്കന്മാരുണ്ടായി. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താ ഈ കാണിക്കുന്നത്? വീണ്ടും വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്.